കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിക കിരണിനോടും കല്യാണിനോടും പറയാ, അതെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് വിട്ടേരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കില് ഒരു കാരണവശാലും ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടാനായിട്ട് പോകുന്നില്ലെന്ന് പറയണ ഈ സൂപ്പർവൈസിങ് പോസ്റ്റില്. കാരണം എന്തിനും ഏതിനും എന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രകാശനെ ഇപ്പൊ ഞാൻ അച്ഛന് തുല്യനായിട്ടാണ് കാണുന്നത്. എനിക്കതേ അച്ഛനെ പോലെ തന്നെയാന്ന് പറയാ. ഇത് കേട്ടത് കല്യാണിക്കും കിരണിനും ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് കിരൺ പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഈ വർക്ക് തുടരാനായിട്ട് ഇനി താല്പര്യമില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ വർക്ക് വിട്ടു തന്നിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടും കാർത്തി പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ഇപ്പൊ തന്നെ വർക്ക് വിട്ടേക്കാൻ പറയണം. നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം, ഇത്രയും നാളത്തെ എത്ര എമൗണ്ട് വേണം നിങ്ങൾ എടുത്തോളാൻ പറയണം. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, ഞങ്ങൾക്ക് അധികമായിട്ടുള്ള 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട, എല്ലാ കണക്കുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്ന പൈസയിൽ ബാക്കി പൈസ അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, ആവശ്യത്തിനുള്ള പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്ന് പറയണം. കിരൺ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഒരു ചെക്ക് എടുക്കുകയാണ്. ചെക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് എമൗണ്ട് അങ്ങോട്ട് എഴുതുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇതേ ഞങ്ങൾ ആവശ്യമുള്ള പൈസ മാത്രം എടുത്തുള്ളൂ, ബാക്കി എമൗണ്ട് തിരികെയാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ഇതുപോലത്തെ കാര്യങ്ങളും ഉണ്ടാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ഒരു സങ്കടമൊക്കെ വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലോ. കല്യാണി പറഞ്ഞു, എന്തെങ്കിലും ഒരിക്കല് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ആ ദുഷ്ടന്റെ മനസ്സ് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും നിങ്ങൾ. പക്ഷെ ഇങ്ങനെയൊന്നും ഞങ്ങള് കാർത്തികനെ കുറിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചു പോലും ഇല്ലെന്ന് പറയണം. കിരൺ പറഞ്ഞു, ഇനി ഇപ്പൊ എന്തിനാ കല്യാണി ഇവിടെ നിൽക്കുന്നേ, ബാന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല, എന്റെ അനിയത്തിയാണ് നീ സങ്കടപ്പെടുന്ന കാണുമ്പോ എന്റെ ഉള്ളിലുരുകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ പ്രകാശൻ എന്ന് പറയുന്ന ആ ദുഷ്ടനെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില നമ്പറുകളൊക്കെ ഇറക്കിയാൽ മതിയാവുള്ളൂ, എന്നോട് ക്ഷമിക്കാനായിട്ട് കാർത്തിക മനസ്സിൽ പറയാം. ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ കിരൺ പറഞ്ഞു, എന്നാലും കാർത്തിക ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. കല്യാണി പറഞ്ഞിട്ട് കാര്യമില്ല, അത്രമാത്രം ദുഷ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും പ്രകാശൻ എന്ന് പറയുന്ന അയാള് ഒരു പക്ഷേങ്കില് കാർത്തികയോട് പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാർത്തികയുടെ മനസ്സിൽ ഇത്രമാത്രം മാറ്റം ഉണ്ടാണെങ്കിൽ എല്ലാത്തിനും കാരണം അയാളായിരിക്കും എന്ന് പറയാം. കിരൺ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ കല്യാണി, ഞാൻ അന്നേ പറഞ്ഞില്ലേ സ്ട്രോങ് സപ്പോർട്ടായിട്ട് പ്രകാശനോടൊപ്പം ആരോ ഉണ്ടെന്ന്. അത് കാർത്തിക നമ്മൾ അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുക്കില്ലായിരുന്നു പറയാം. നീ ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് കുഴപ്പമില്ലോ, ഇനിയിപ്പോൾ അവരെന്താന്ന് ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്ന് കയറുക. ഈ സമയത്ത് ദീപ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ദീപനെ കണ്ടതും കല്യാണി പറഞ്ഞു, ഇന്നൊരു സുഖമില്ലാത്ത ദിവസം അമ്മയെന്ന് പറയാണ്. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ, ഒന്നുമില്ലാന്ന് പറയണേ, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എൻ്റെ മോളുടെ മുഖം കണ്ടറിയാം, എന്താ കാര്യം, ആ പ്രകാശനെയോ വിക്രത്തിനെ ആരെങ്കിലും വഴിക്ക് വെച്ച് കണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അതൊന്നും അല്ലമ്മേന്ന് പറയാം. പിന്നെന്താ മോനെ പ്രശ്നം, കാർത്തികനെ കുറിച്ച് അറിഞ്ഞിട്ടാന്ന് പറയാണ്. കാർത്തികയ്ക്കോ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് കാർത്തികയുടെ മനസ്സ് മാറ്റിയെടുത്ത പ്രകാശൻ എന്ന് പറയുന്ന ദുഷ്ടൻ അറിയാലോ, അങ്ങേര് കാരണമായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷെ കാർത്തിക പാവമായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ല അമ്മേന്ന് കിരണും കല്യാണിയും പറയാണ്. എനിക്കറിയാം നിങ്ങളുടെ സങ്കടം എത്രമാത്രമാണ്, ആ കാർത്തികനെ അത്രമാത്രം വിശ്വസിച്ചല്ലേ അവർ ചതിക്കൂന്ന് പ്രതീക്ഷയല്ലോ. ചതിച്ചിട്ടൊന്നും ഇല്ലമ്മേ, വർക്ക് ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വർക്ക് വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പൊ തന്നെ ബാലൻസ് എമൗണ്ടും കൊടുത്തിട്ട് പോന്നു, അല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഒരിടത്തും കെട്ടിക്കയറി നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വർക്കില്ലായികയൊന്നും ഇല്ലല്ലോ, ആവശ്യം മിച്ചം ചെയ്യാൻ വർക്കുണ്ട്, പിന്നെ നമ്മൾ എന്തിനാ എത്ര പേർ റിസ്ക് എടുക്കേണ്ട ആ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയാം. ഇനി അതൊന്നും ഓർത്ത് രണ്ടുപേരും വിഷമിച്ചിരിക്കേണ്ട കേട്ടോ, നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറയാം. അത് പിന്നെ മോൾക്കൊരു കത്ത് വന്നിട്ടുണ്ടെന്ന് പറയാണ്. കത്തോ, അതെവിടുന്നാ, അതൊന്നും ഞാൻ നോക്കിയില്ല, പോസ്റ്റ്മാൻ കൊണ്ടു തന്നെന്ന് പറയാം. അങ്ങനെ കത്ത് കൊണ്ടുവന്ന് നേരെ കിരണ്ടയിലേക്ക് കൊടുക്കണം. കിരണം നോക്കിയിട്ട് പറഞ്ഞു, കല്യാണിന്ന് കോൾ അടിച്ചല്ലോ എന്ന് പറയണേ. എന്താ കിരണേട്ടാ, ഇത് കണ്ടോ, ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ കത്താ നിന്നെ ക്ഷണിച്ചോണ്ടുള്ളേ. അപ്പൊ പെയിന്റിങ്ങിന് നിനക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്ക് അവാർഡ് ദാന ചടങ്ങി നിന്നെ ആദരിക്കാനായിട്ട് പോകുന്നുണ്ട്, അപ്പൊ അതിനു വേണ്ടി നിന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചോണ്ടുള്ള കത്താന്ന് പറയാ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ആഹാ കൊള്ളാല, കല്യാണിന്റെ മുഖത്തൊരു സന്തോഷം വന്നു. പെട്ടെന്ന് കിരൺ കല്യാണി കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോഴെനിക്ക് സന്തോഷമായത്, ദീപം വന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിൽ വെച്ച് നിന്നെ ആദരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ലൊരു കാര്യമല്ലേ. ആ സമയത്ത് പെയിന്റിങ് മത്സരം അവിടെ നടക്കുന്നുണ്ടെന്ന് പറയാൻ, നിനക്കും വേണേരത്ത് പങ്കെടുക്കുകയും ചെയ്യാം. കല്യാണം പറഞ്ഞു, എനിക്ക് സന്തോഷമായി കിരണേട്ടാന്ന് പറയാണ്.
കിരൺ പറഞ്ഞു, മുമ്പേ വരെ നീ സങ്കടപ്പെട്ടിരിക്കുവല്ലായിരുന്നോ കാർത്തികയുടെ കാര്യമൊക്കെ ഓർത്തിട്ട്? ഇപ്പൊ ദൈവമായിട്ട് നിനക്കൊരു സന്തോഷം കൊണ്ട് തന്നില്ലേ? ഇതാ പറഞ്ഞ, നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ നിന്നാണെങ്കിലും സന്തോഷം കിട്ടുമെന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് കല്യാണിയും ചേർത്ത് പിടിച്ച് കിരൺ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന നിഷയെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കല്യാണത്തിന് കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. ഈ സമയത്ത് നിഷയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നേ. വന്നിട്ട് ഭാര്യ ഓടിച്ചു, അല്ല ഇതുവരെയായിട്ട് ഒരുക്കി കഴിഞ്ഞില്ലെന്ന് ചോദിക്കാം. ഒരുക്കുമെങ്കിലും ചെയ്യട്ടെ, കല്യാണം ആർഭാടമായിട്ടല്ല, പെണ്ണിനെ ഒരുക്കുമെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിക്കുക. ഇത് ചേട്ടൻ പറഞ്ഞു, അതെ അതെ, മുഹൂർത്തത്തിനുള്ള സമയം അവരെ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയാ. ഇറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല ശിവദാസേട്ടാ, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മോളുണ്ടല്ലോ അവള്, ആ മേഘന, അവൾ ആ പരിസരത്ത് പോലും വന്നേക്കല്ലെന്ന് പറയാം. ഇത് കേട്ടത് ശിവദാസമേനൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവൾ വന്നിട്ടുണ്ട്, എനിക്ക് തടയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. തടഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നിങ്ങൾ അവളോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ചോദിക്കും. അല്ല, കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ എങ്ങാനും വന്ന് ഈ കല്യാണം കുളവാക്കാനെങ്കിലും അവൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പിന്നീടാണ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയാൻ പോകുന്നത്. കേട്ടല്ലോ, എൻ്റെ മോളുടെ വിവാഹത്തിന് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും വെറുതെ വെച്ചേക്കില്ലെന്ന് പറയാം. ഈ സമയം ശിവദാസമേനൻ പറഞ്ഞു, അവള് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്നിട്ടുണ്ടെ ആട്ടി ഓടിക്കണം. ആ പന്തലിനകത്തേക്ക് പോലും കയറാൻ സമ്മതിച്ചേക്കല്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ശിവദാസമേനൻ ആ പാടെ പെട്ടുപോയി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് അങ്ങോട്ട് പോവാണ്. ഈ സമയം നിഷയുടെ അമ്മ പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് കല്യാണത്തിന് ശേഷം സ്വത്തുക്കളൊക്കെ മോളുടെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചോണം. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ വിറ്റിട്ട് അമേരിക്കയ്ക്ക് പോന്നേ. ഇവിടെ കിടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഇവിടെ ഇനി അല്ലെങ്കിൽ നമ്മൾ എന്തിനാ താമസിക്കണേ? അമേരിക്കയിൽ പോയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചോദിക്കാം. അതൊക്കെ ശരിയാമേ, നമുക്ക് ആലോചിക്കാവുന്നുള്ളെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന സരയുവിന്റെ അടുത്തേക്ക് മനോഹർ വരുവാണ്. അപ്പൊ മനോഹറെ കണ്ടപ്പോ സരയു പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല കല്യാണപ്പയ്യനെ പോലെ ഉണ്ടല്ലോ, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും മനോഹർ ഒന്ന് ഞെട്ടി. ആന്തമ്മളും അങ്ങനെ പറഞ്ഞേ, അല്ല അത്ര സെറ്റായിട്ട് ഒരുങ്ങിയിരിക്കുന്നോണ്ട് പറയണ. മോളെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് VIP മീറ്റിങ്ങിലാണ് നടക്കാൻ പോകുന്നേ, പ്രധാനപ്പെട്ട മീറ്റിങ്ങാ. അപ്പൊ നമ്മൾ നല്ലതായിട്ട് സെറ്റായിട്ട് വേണ്ടേ പോകാനായിട്ട്. എനിക്കറിയാം മനുവേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേന്ന് ചോദിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് പോകുമ്പോ ഞാൻ അച്ഛനെ കൂടെ കൊണ്ടുപോയാലെന്ന് ഓർക്കുക. എന്തിനാ അച്ഛനെ കൊണ്ടുപോകുന്നേ? തലയ്ക്ക് സുഖമില്ലാത്ത അച്ഛനെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ മനുവേട്ടനെന്ന് ചോദിക്കുക. അതല്ല, അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചുകൂട്ടി ഇരിക്കുമല്ലേ, ഇടയ്ക്ക് പുറത്തൊക്കെ പോകണം, റിലാക്സ് ആണ്, ആൾക്കാരൊക്കെ സംസാരിക്കണം. അല്ലെങ്കിൽ എപ്പോഴും അച്ഛന് വട്ടാന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആ വട്ട് കൂടത്തല്ലേ ഉള്ളൂ. നമ്മൾ പുറത്തിറങ്ങി അവരുടെ മനസ്സിന് റിലാക്സേഷനൊക്കെ കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടതും സരി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ മനുവേട്ടാന്ന് ചോദിക്കുക. ആവശ്യമുണ്ട് മോളെ, അച്ഛൻ എന്നോടൊപ്പം വരട്ടെ, എന്റെ കൂടെയല്ലേ, പിന്നെ എന്തിനാ മോള് വിഷമിക്കണേ? അതൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്കൊരു വിഷമം അച്ഛന്റെ സ്വഭാവം ആയതുകൊണ്ടേ. അതെന്താ മോളും അങ്ങനെ പറഞ്ഞേ? മോൾക്ക് വേണ്ടി മാത്രമല്ലേ അച്ഛൻ ജീവിച്ചേ. പിന്നെ ഇപ്പൊ അസുഖം ഉണ്ടായി, അതിപ്പോ ആരുടെയും തെറ്റല്ലല്ലോ. അതൊക്കെ ശരിയാ, ഇപ്പൊ തന്നെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒരു സമാധാനം ഇല്ല. അച്ഛനെ കണ്ണെടുത്താൽ കാണത്തില്ല അമ്മയ്ക്ക്, എപ്പോഴും ഒരേ ദേഷ്യം തന്നെ അച്ഛനോട്. എന്താ കാര്യമൊന്നും അറിയില്ല എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇനിയിപ്പം അമ്മയുടെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, അതായി പ്രശ്നത്തിനെല്ലാം കാരണം. അതുകൊണ്ട് മോളും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണേ. എനിക്ക് വിഷമമൊന്നുമില്ല മനുവേട്ടാന്ന് പറയണേ. എന്നാൽ ശരി, ഞാൻ അച്ഛനോടും കൂടെ പറയട്ടെ, അച്ഛനെ വിളിച്ചോണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം സരു ഇങ്ങനെ മനോഹറിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.